വണ്ടി ഒരു ചക്ക പറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിനെ, അതെടുത്തിട്ട് വരട്ടെ. നമുക്ക് ചക്കയില്ല, അതുകൊണ്ട് നമ്മൾ ചക്ക എടുക്കുന്നത്. അങ്ങനെ ചക്ക കിട്ടി ഗൈസ്, മൂത്ത ചക്ക, പിന്നെ കുറച്ച് മാങ്ങയും. അപ്പം ഇത് നമ്മൾ നാളിയെ പുഴുങ്ങും. അപ്പം അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയേ. അപ്പം ഞാൻ രാവിലെ തന്നെ ചക്ക പുഴുങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കഷ്ണം, വലിയ ചക്കയായിരുന്നേ, അതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് അവിടെ വെച്ച്, പകുതി ഞാൻ ഇതാ മുറിച്ച് തോലെല്ലാം, ഇതിൻ്റെ തോലെല്ലാം ചെത്തി. അപ്പം ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ ഭാഗമില്ലേ, അതെല്ലാം നമ്മൾ എടുക്കും, എന്നെങ്കിൽ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഇതാ ഞാനെല്ലാം മുറിച്ചിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് മുറിച്ചിടാൻ വലിയ ടാസ്ക്കുള്ള പണിയാണ്, തിന്നാൻ നല്ല സൂപ്പർ ടേസ്റ്റോ. അപ്പം ഞാൻ ഈ പ്രാവശ്യത്തെ ചക്ക എന്താ പറയുക, ഒരു പ്രാവശ്യമേ തിന്നിട്ടുള്ളേ. അപ്പം അങ്ങനെയെല്ലാം ഞാൻ മുറിച്ചിട്ട് എല്ലാം റെഡിയാക്കി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പം ഞാനിതെല്ലാം സാധനങ്ങളെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു വിസിലിടാം. അപ്പം ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങയും കുറച്ച് ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും, ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതും ചതച്ച്, അപ്പം എൻ്റെ ചക്ക ഇത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ഇടിച്ച് ചേർത്തിട്ട് നമുക്ക് ചതച്ച് വെച്ച തേങ്ങയും ഇതെല്ലാം ഉണ്ടല്ലോ, അതും കൂടിയിട്ട് നല്ലോണം മിക്സാക്കി, എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പം ഞാൻ അപ്പുറത്ത് തന്നെ മീനും വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാനൊരു പാന് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കടുകും പിന്നെ വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലും ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചക്കക്ക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ ചക്ക അങ്ങനെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അപ്പം എൻ്റെ ചക്ക റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് തിന്നാം. കുറച്ച് ചക്കയും കുറച്ച് അച്ചാറും ഒരു കഷ്ണം മീനും എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് സ്വർഗം മാമാ, സ്വർഗം, അടിപൊളി.